ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കിതൊരു 5 മിനിറ്റിൽ അല്ല വേണ്ട, ഒരു 3 മിനിറ്റിൽ ഒരു രസ്യം മോരേറി വെച്ചാലോ? ഉച്ചക്കത്തെ ഊണിന് ഇതിനേക്കാൾ സിമ്പിൾ ഒരു ഒഴിച്ചുകറി വേറെയില്ല. എങ്കിൽ പിന്നെ സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു 4 കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞ് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് മൂപ്പിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു വറ്റൽമുളകും ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും ചേർത്ത് നല്ല പൊന്നും നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തുടർച്ചയായിട്ട് അങ്ങ് വഴറ്റിക്കോ കേട്ടോ, കാരണം ഇത് കുഞ്ഞുള്ളിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല, അത് കുറച്ച് നേരം കൊണ്ടൊന്ന് വഴറ്റിയേക്കാം. ഈ പരുവം കറക്റ്റാണ്. ഇനി ഫ്ലെയിം മൊത്തത്തിൽ അങ്ങ് കുറച്ച് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കായപ്പൊടി ചേർക്കുന്നത് നമ്മുടെ വീഡിയോയിൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. പൊടികളുടെ പച്ചമണം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെള്ളം കുറച്ച് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന നല്ല കുറുകിയ തൈര് അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചോ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ? ലോ ഫ്ലെയിം, അതായത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും, പിന്നെ നേരെ കൊണ്ട് കളയാനേ പറ്റൂ. ഈ സമയത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തിളയ്ക്കാൻ പാടില്ല, അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടാകുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടല്ലോ, വളരെ സിമ്പിളാണേ. ഞാൻ ആദ്യം പറഞ്ഞ 3 മിനിറ്റ് തികച്ചെടുത്തോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നാളെ തന്നെ കാണാം. ഗുഡ് ബൈ.